പ്രസാദ് ഇപ്പോൾ തുടരുന്നു. ടി വി പ്രസാദ്, പോലീസ് ഇപ്പോൾ ഈ ബീച്ച് റോഡിലേക്കാണോ പോകുന്നത്? നമുക്ക് പോലീസിനെ ലൈവായിട്ട് ഫോളോ ചെയ്യേണ്ടതില്ല, വിവരങ്ങൾ മാത്രം പ്രേക്ഷകരുമായി പങ്കുവച്ചാൽ മതി. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ മറ്റാരുടെയെങ്കിലും കൈകളിലാണെങ്കിൽ ഈ പോലീസ് എത്തുന്ന സ്ഥലം അവർക്ക് ഈ ലൈവിലൂടെ നോക്കിക്കാണാൻ സാധിക്കും. മാത്രമല്ല, ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സെർച്ച് ഓപ്പറേഷൻസ് നടത്തുമ്പോൾ നമുക്ക് ലൈവായിട്ട് ആ ദൃശ്യങ്ങൾ കൊടുക്കുന്നത് ശരിയുമല്ല. അതുകൊണ്ട് നമുക്ക് കുട്ടിയെ കിട്ടുന്ന പക്ഷം തീർച്ചയായിട്ടും നമുക്ക് ആ വിവരം കൊടുക്കാം. മാത്രവുമല്ല, ഈ കുഞ്ഞിനെ തേടി പോലീസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിന് തത്സമയ ദൃശ്യങ്ങൾ കൊടുത്താൽ അത് കുഞ്ഞിനെ കൂടുതൽ അപകടത്തിലാക്കും എന്നുള്ള ഒരു വിവരമുണ്ട്. സ്വാഭാവികമായും അത് അങ്ങനെയാണ് നമ്മൾ പാലിക്കേണ്ടത്. പക്ഷേ എങ്കിലും വിവരങ്ങൾ നമുക്ക് കൈമാറാം. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്, അല്ലേ ടി വി പ്രസാദ്? അതെ, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങി ബീച്ചിലേക്കുള്ള റോഡിൽ നമുക്കറിയാവുന്നതുപോലെ അതിൻ്റെ രണ്ട് വഴികളിലും നിറയെ കടകളൊക്കെ ഉണ്ട്. ആ കടകളോടൊക്കെ ചേർന്ന് ധാരാളം കുട്ടികളും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ പോലെയുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കൂട്ടത്തിലേക്കൊക്കെയാണ് പോലീസ് ഇവിടുത്തെ തമിഴ്നാട് പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടി കയറി ചെല്ലുന്നത്. അവിടെയുള്ള ആളുകളോട് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവർ നന്നായിട്ട് സഹകരിക്കുന്നുമുണ്ട്, കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നൊക്കെയുമുണ്ട്. അവിടെ നിന്ന് ബീച്ച് റോഡ് കറങ്ങിയാണ് ഇപ്പോൾ കന്യാകുമാരി ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട് പോലീസും RPF റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ കേരള പോലീസും എല്ലാവരും ചേർന്നുള്ള ഒരു സംയുക്ത ഓപ്പറേഷനാണ് ഇപ്പോഴിവിടെ നടക്കുന്നത്. സംയുക്തമായ ഒരു തെരയൽ ഇവിടെ കന്യാകുമാരിയിലെത്തി എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയാണെങ്കിൽ പോലും അതിനൊരു കൃത്യമായ വിവരം, അതായത് ഒരു CCTV ദൃശ്യമോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നേരത്തെ നമ്മളോട് RPFൻ്റെ SI പത്മകുമാർ പറഞ്ഞതുപോലെ വിശ്വസിക്കാവുന്ന വിവരങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ കന്യാകുമാരിയിൽ തന്നെ എത്തിയെന്ന് ഉറപ്പിക്കാം. പക്ഷേ ഈ 13 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക്, ഭാഷ അറിയാത്ത പെൺകുട്ടിക്ക്, ഇതുവരെ കന്യാകുമാരിയിലോ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കോ വരാത്ത പെൺകുട്ടിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബീച്ചിലേക്ക് പോകാനുള്ള വഴിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ബീച്ചുണ്ടോ എന്ന കാര്യം പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബീച്ച് മാത്രമല്ല അരുൺ, എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുകയാണ്, എല്ലാ തലങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിക്കുകയാണ്. ഇതിപ്പോൾ ഏതാണ്ട് കന്യാകുമാരിയിൽ ഇറങ്ങിയിരുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരി കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു 1-2 കിലോമീറ്റർ അടുത്താണ് ഈ ബീച്ച്. ഈ കുഞ്ഞെവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ പോകാനുള്ള സാധ്യതയുണ്ട്. രാവിലെ 5 മണിക്ക് കുഞ്ഞിനെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു എന്നൊരു മൊഴിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞ് ഒരുപാട് ദൂരം നടന്നു പോകാനുള്ള സാധ്യതയില്ലല്ലോ, അല്ലേ? ഇല്ല, അതുതന്നെയാണ് അരുൺ. 13 വയസ്സ് മാത്രമല്ലേ ഉള്ളൂ. മാത്രമല്ല, ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ആ വെയിലത്ത് നടക്കുന്ന CCTV ദൃശ്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. സ്വാഭാവികമായിട്ടും ക്ഷീണിതയായിട്ടുണ്ടാകും. ഇന്നലെ പേടിച്ചിട്ട് ഉറങ്ങാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെയുള്ള ഒരു കുട്ടി ഇന്നിപ്പോൾ രാവിലെ ഇങ്ങോട്ടേക്ക് നടന്നു വരിക എന്തായാലും നമുക്കൊന്നും ഊഹിക്കാവുന്നതല്ല. എന്തായാലും എല്ലാ സാധ്യതകളും പരിശോധിക്കണം. പക്ഷേ ഈ നാടറിയാത്ത, ഭാഷയറിയാത്ത 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് ആ ബീച്ച് തേടി ഇങ്ങോട്ടേക്ക് വരുമെന്നോ എന്നും ഉറപ്പിക്കാനുമാവില്ല. കന്യാകുമാരി വന്ന് ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ എവിടെയെങ്കിലും തങ്ങിയിട്ടുണ്ടോ എന്ന കാര്യവും അറിയില്ല. എന്തായാലും ഇപ്പോൾ കേരള പോലീസ് വന്നതിന് ശേഷം വളരെ വിശദമായി തന്നെ തിരയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും തമിഴ്നാട് പോലീസിനെ സഹായിക്കുന്ന, നമ്മുടെ കേരള പോലീസിനെ സഹായിക്കാനായി തമിഴ്നാട് പോലീസും ഇവിടെയുണ്ട്. അവരും ആളുകളോട് ചോദിക്കുകയാണ്. ഫോട്ടോ കാണിച്ചുകൊണ്ടുള്ള തിരയലാണ് നടക്കുന്നത്. അരുൺ, നമുക്ക് കാണാം ആ ദൃശ്യങ്ങൾ കാണാം. ടി വി പ്രസാദ്, നമ്മളും ഫോട്ടോ കാണിച്ചുകൊണ്ട് തമിഴ്നാട് അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഏത് പരിസരത്താണുള്ളത്? ബീച്ചിലേക്ക് എത്തിയോ? നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പം ഒരു ഭാഗം മാത്രമായിട്ടല്ല അരുൺ, എല്ലാ ഭാഗത്തും ഇവർ വാഹനം കൊണ്ട് കറങ്ങി നോക്കുകയാണ്. സാർ, എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ കേരളത്തിൽ നിന്ന്? പ്രതീക്ഷയുണ്ടോ എന്തെങ്കിലും? ഇല്ല. ആളുകൾ എന്താ പറയുന്നത്? വിസാരിച്ചിട്ട് കണ്ടിട്ടുണ്ടോ? கண்டாதான் கொண்டு விசாரணைக்கு ஒப்படைச்சிடுவோம்ல. ஆமாம், ஒன்றும் பிரச்சனை இல்லை. காணல, ஒன்றும் தேடிட்டு இருக்கிறோம். രാവിലെ തുടങ്ങി? காலையில் அதிகாலையிலேருந்தே பண்ணுறோம். சரி, ஓகே. അരുൺ, രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്, എല്ലാ മേഖലകളിലുമുണ്ട്. നമ്മളിപ്പോൾ വരുന്ന വഴിയിലെല്ലാം പോലീസിൻ്റെ
ശക്തമായ പരിശോധന, ശക്തമായ തെരച്ചിൽ കേരള പോലീസിനെ നന്നായി സഹായിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ 4:30 വിധാനവും ഓക്കെ ഫൈൻ. നമുക്കിപ്പം DCP Bharat Reddy ഉണ്ട്. DCP Bharat Reddy, sir, very good morning, sir. And is there any leading things from Kanyakumari now? കന്യാകുമാരിയിൽ ഇപ്പോൾ 5:30 മണിക്ക് കണ്ടതായിട്ട് SI വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ സ്റ്റേഷന് മുമ്പ് കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ടീം SP മാരുടെ അവിടെ സ്ക്വാഡ് ഞങ്ങൾ കൂടെയാണ്. RPF ഉദ്യോഗസ്ഥർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവിടെ ബീച്ച് ഭാഗത്തും ബസ് സ്റ്റാൻഡിൽ മൊത്തം നോക്കുന്നുണ്ട്. ഇപ്പം പ്രതീക്ഷയിലാണ് കുട്ടി കന്യാകുമാരിയിൽ തന്നെയാണെന്ന് പ്രതീക്ഷയിലാണ്. ഇൻ കേസ് മറ്റു ഓപ്ഷൻസ് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നില്ല, കാരണം കുട്ടി ചിലപ്പം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റെഡ്ഡി സാർ, ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴി കൺവിൻസിങ് ആണോ? അത് പ്രധാനപ്പെട്ട സോഴ്സ് ആയിട്ട് എടുക്കുന്നുണ്ട് നമ്മളല്ലേ? കുട്ടി ധരിച്ച ഡ്രസ്സ് ഇന്നലെ ഞങ്ങൾക്ക് നൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് അതേ കുട്ടിയാണ് പറഞ്ഞിട്ടു. കാരണം ഞങ്ങൾക്കറിയാം ഏതർ കന്യാകുമാരിയിലാണ് 95% ചാൻസ് ഇസ് ദാറ്റ് കന്യാകുമാരിയിൽ തന്നെയാണ്. കാരണം അത് ടെർമിനൽ സ്റ്റേഷൻ ആയതുകൊണ്ട് അവിടെ തന്നെ പോകാനാണ് കൂടുതൽ സാധ്യത. മട്ടാഞ്ച് സ്റ്റേഷൻ, പാറശാല, കന്യാകുമാരി ഇൻ ബിറ്റ്വീൻ 5 സ്റ്റേഷൻ ഉണ്ട്. പക്ഷേ കൂടുതൽ സാധ്യത കന്യാകുമാരിയിൽ തന്നെയാണ്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV ഫുട്ടേജുകൾ നോക്കിയിരുന്നോ സർ? നോക്കുന്നുണ്ട്. അതിനുവേണ്ടി സെപ്പറേറ്റ് ടീമുണ്ട്. തമിഴ്നാട് പോലീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ CCTV ഫുട്ടേജ് നോക്കാൻ. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുമായിരിക്കും അല്ലേ അല്പസമയത്തിനുള്ളിൽ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ വി ആർ വെരി പോസിറ്റീവ്. കാരണം നല്ല ക്ലൂസ് ആണ് കിട്ടുന്നത് എല്ലാ സമയം. കുറെ ആൾക്കാർ വിളിച്ചിട്ട് ചില ക്ലൂസ് പറയാനുണ്ട്, ചില ഇൻഫർമേഷൻ പറയാനുണ്ട്. ഞങ്ങൾ ഒരു ഇൻഫർമേഷൻ ഡിസ്റിഗാർഡ് ചെയ്യാതെ എല്ലാ ഇൻഫർമേഷൻ പിന്നിലും ഞങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഇൻഫർമേഷൻ റൈറ്റ് ആയിട്ട് തോന്നി. അതുവരെ 10-15 ഇൻഫർമേഷൻ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. എല്ലാ ഇൻഫർമേഷൻ ടീമിൽ ഞങ്ങൾ അയച്ചു. അവിടുത്തെ CCTVs പരിശോധിച്ചു. ശംഖുമുഖം, ഭീമാപള്ളി, കുറേ സ്ഥലത്ത് തന്നെ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് ഇന്നലെ. ഈ CCTV എന്തായാലും നമ്മൾ നോക്കുന്നുണ്ട്. മറ്റ് തീവണ്ടികളിൽ ഈ കുട്ടി പോകാനുള്ള സാധ്യതയും എന്തെങ്കിലും നോക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? നോക്കുന്നുണ്ട്. അവിടുത്തെ ടീമുണ്ട്. അവിടെ 5 പോലീസുകാരാണ് ഇവിടെ നിന്ന് പോയത്. അത് കൂടാതെ തമിഴ്നാട് പോലീസും ഉണ്ട്. ആവശ്യം നോക്കിയിട്ട് 2ാമത്തെ ടീം, 3ാമത്തെ ടീം ഇവിടെ നിന്ന് അയക്കുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശ്രീ ഭരത് റെഡ്ഡി DCP ആണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് 95% പ്രോബബിലിറ്റി സാധ്യത.